ഹലോ ഗൈസ്, അപ്പോൾ ഇതൊന്ന് ലക്ഷദ്വീപിലെ ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാം കടലിലുള്ള ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ മൺസൂണൂടെ ഏകദേശം സ്റ്റാർട്ടായി, നാട്ടിലും സ്റ്റാർട്ടായെന്നാണ്. വീട്ടിലൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കടൽ കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ അപേക്ഷിച്ച്. നോക്കണം, പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേ അവർ കൺഫേം പറയുള്ളൂ എന്നിട്ട് ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. 8:30 ആവാറായി. 8 to 9 ആണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതാണ് ഇവിടുത്തെ ദ്വീപുണ്ട, ഫേമസ് ആയിട്ടുള്ള ലക്ഷദ്വീപ് ദ്വീപുണ്ടെന്ന് പറയും. അത് കഴിച്ചു നോക്കട്ടെ. കുറച്ച് ഓയിലിയാണെന്ന് തോന്നുന്നു, പക്ഷേ നോ ഡിഫറൻസ് ആണ്, കുഴപ്പമില്ല. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇടിയപ്പം ഉണ്ടായിരുന്നു, നൂൽപുട്ട് എന്ന് പറയും. പിന്നെ ദോശ, ഒരു ഒണിയൻ ദോശ പോലെ, ഗ്രീൻ പീസ്, അല്ലാതൊരു വെജ് കറി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ നമുക്കൊരു ഫാമിലി പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ ബൈക്ക് റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈക്കുള്ള റെൻ്റ് എടുത്ത് 24 hours-ന് 600 rupees-ആണ് ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എടുത്തിട്ട് പുള്ളിക്കാരന് ഈവനിങ് 4:30 വരെ കിട്ടും. പുള്ളിക്കാരൻ കീ ഞങ്ങളിൽ തന്നു. പുള്ളിക്കാരൻ ഒന്നും കൂടെ ഒന്ന് സ്കൂബ ഡൈവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ കോർഡിനേറ്റർ എയർപോർട്ടിലാണ്, ഒരു 10 minutes കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഉച്ചയ്ക്ക് ശേഷമാണ് ആക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു റൈഡിന് പോകും. സ്കൂട്ടർ എടുത്ത്, ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ 10 മണി വരെ നല്ല കാറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. 10 മണിക്ക് വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ നോക്കട്ടെ, നല്ലൊരു സ്കൂട്ടർ. ഒരു റോഡുള്ളൂ, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡ് പോകില്ല, ബ്ലോക്കാണ്. സോ നമുക്ക് തിരിച്ച് പോസ്റ്റ് ഓഫീസ് നോക്കി ഇറങ്ങിയത്. നോക്കട്ടെ. ഇത് ഇലക്ട്രിക് വണ്ടി കേട്ടോ. ഇലക്ട്രിക് വണ്ടി ഇതിൽ മാക്സിമം കയറാൻ പറ്റുന്നത് 25 km/h. അത്രേ ഉള്ളൂ, മാക്സിമം അത്രേ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കൂടത്തില്ല. നല്ല വണ്ടി, നല്ല ലൊക്കേഷൻ ആട്ടോ ഇവിടെ. എല്ലാം 2 സ്ഥലം തെങ്ങും ഒക്കെ ആയിട്ട് സെറ്റ്. നമ്മളിവിടെ ഓൾറെഡി ഫസ്റ്റ് ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈസ്റ്റേൺ ജെട്ടി. ഇവിടെയാണ് നമ്മുടെ മെയിൻ ഷിപ്പൊക്കെ വരുന്നത്. അടുപ്പിക്കാൻ പറ്റുന്ന ഷിപ്പൊക്കെ വന്നിട്ടാണ്. അപ്പോഴത്തെ ഇമിഗ്രേഷൻ ഓഫീസൊക്കെ ഉണ്ടായിരുന്നത്. ചെക്കിങ് കാര്യങ്ങളുണ്ടായിരുന്നു.
മീനച്ചാർ വാങ്ങിക്കാൻ പോകുന്ന വഴിയാണ്. നോക്കട്ടെ. സോ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നടന്നിട്ട് ഒരു ഹോം മെയ്ഡ് മീനച്ചാറൊക്കെ വാങ്ങിച്ചു. നേരെ റോഡ് കണ്ടെത്തണം, പോവാം. വീണ്ടും പുറകെ കിടന്ന കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാം ഷിപ്പ് വഴി കൊണ്ടുവരുന്നതായതുകൊണ്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഡ്രസ്സൊക്കെ നോക്കിയായിരുന്നു. ഡ്രസ്സൊക്കെ 2000 റുപ്പീസൊക്കെ വരുന്നുണ്ട്. ഇതിവിടെ 1ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ശരിക്കും പറഞ്ഞപ്പോൾ. 2 പയ്യന്മാർ പോയി. അവന്മാർ ചോദിച്ചപ്പോൾ എന്ന് സ്കൂൾ ഉറക്കം ചോദിച്ചതാണ്. അവർ പറഞ്ഞു ഇത് ഇടിക്കാൻ പോവുകയാണ്, ഇടിച്ചിട്ട് അങ്ങോട്ട് വടക്കോട്ട്. ഇവർ ഡയറക്ഷൻ പറഞ്ഞാൽ അങ്ങനെ വടക്ക് തെക്കെന്നൊക്കെ വടക്കോട്ടുള്ള സ്കൂളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യും പിള്ളേരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. ഷോപ്പുകൾ അങ്ങനത്തെ ഇഷ്ടം പോലെ 2 ബാങ്കുകളുണ്ടായിരുന്നു. കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്. അപ്പോൾ ഇങ്ങോട്ടാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എയർപോർട്ട് റോഡിലേക്കാണ്. ഇങ്ങോട്ട് പോകുന്നത് എയർപോർട്ട് റോഡാണ്. ഇവിടെയാണ് നമ്മൾ സൺസെറ്റ് കാണാൻ പറ്റുന്നത്. അവിടെ നല്ല ബീച്ചും പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഓൾറെഡി സൺസെറ്റ് കാണാവുന്ന ബീച്ചാണ്. കുറച്ച് തിരക്കൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കറി നല്ല സംഭവമാണ്. നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിച്ചു. ചിക്കൻ സാൻഡ്വിച്ച് അല്ല, ഓംപ്ലേറ്റ് ചിക്കൻ സാൻഡ്വിച്ച് സംഭവം വാങ്ങിച്ചു. ഒരു അവിൽ മിൽക്ക്, ഒരു മാംഗോ ജ്യൂസ്, എല്ലാം കൂടെ 270 ആയിട്ടുള്ളൂ. റീസണബിൾ പ്രൈസ്. നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നു. നന്നായി. അവിടെ നിന്ന് ചാർജൊക്കെ തീരാറായി. അങ്ങനെ ഉണ്ടിത്തള്ളിയൊക്കെ കൂടെ എത്തിച്ചു. നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് പോയി റൂമിൽ കയറാം. ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നല്ലോ. പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ 2 മണി ക്ലോസ്. അപ്പോൾ അതിൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് റൈസും ചിക്കൻ ഫ്രൈയും
സാമ്പാറും ഡാലും ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ കുഴപ്പമില്ല, കഴിച്ചിട്ട് ഇനി 4 മണിക്കാണെങ്കിൽ അടുത്ത പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൻഡ് വിസിറ്റ്, ടർട്ടിൽ വാച്ച്, ഗ്ലാസ് ബോട്ട് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മണിയാകുമ്പോൾ തിരിച്ച് വരണം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് ശേഷം വന്നിടന്ന് ഉറങ്ങി എണീച്ചിപ്പോൾ 4 മണിയായി. 4 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. ഒരു ഐലൻഡ് ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, കുറച്ചൊന്നുമല്ല, അഗതിയിൽ മാത്രമേ ടൂറിസ്റ്റ് ഇരിക്കാവുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഐലൻഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, 1 or 2 അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയാലേ കൂടുതൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. പാക്കേജിൽ വെങ്കാരം, തിന്നക്കര, പിന്നെ കൽപ്പറ്റയോ ആ ഒരു ഐലൻഡും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് പോകുന്നതെന്ന് അറിയില്ല, നോക്കട്ടെ. ഐലൻഡ് ടൂറിൽ പോകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഷിപ്പിലോട്ട് പോകുമ്പോൾ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. പോകുന്നു, നോക്കട്ടെ ഇതൊക്കെ ഒന്നാണ്. നല്ല മഴയാണ്. കുറച്ച് ഉള്ളിലോട്ട് പോയപ്പോൾ തന്നെ നല്ല മഴയായിട്ട് വേവൊക്കെ കൂടി, ബോട്ടൊക്കെ നല്ല ആടിയുണ്ട്. കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു നിൽക്കുക. ഇനി കുറച്ച് ശാന്തം ആകെ ആണെങ്കിൽ പോകണമെന്നുണ്ട്. അവരൊക്കെ ബാക്കൗട്ടായി. അറിയില്ല ഇനി നമ്മൾ 2 പേരും മാത്രമായിട്ട് കൊണ്ടുപോകുമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ചോദിക്കണം. നമ്മൾ നല്ല രീതിയിൽ ഡിസപ്പോയിൻ്റ് ആണ്. വെതർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ളി ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നാളെ റിട്ടേൺ ആണ്. എന്തായാലും കവരത്തിയോ അത് വേറെ ദ്വീപിലോ ടർട്ടിൽ വാച്ചോ നോട്ട് പോസിബിൾ. ഓക്കെ, ഏകദേശം കടലൊക്കെ ശാന്തമെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും നമുക്ക് ഐലൻഡ് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ബീച്ചിലൂടെയൊക്കെ നടന്നു. ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകേണ്ട സമയമായി. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് തുണിയൊക്കെ നനഞ്ഞിരിക്കുക, അതൊക്കെ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. സോ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ നേരെ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കും. ഇപ്പോൾ ഡിന്നറിന് വേണ്ടി പോവുക. ഇന്നും ഡിന്നറൊക്കെ സെറ്റായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ പെപ്പർ ചിക്കൻ, പിന്നെ ഡാല്, അച്ചാറ്, പായസം. ഇവിടെ എല്ലാ ഡിന്നറിനും ഒരു റിസർട്ടായിട്ട് പായസം. അത് നല്ലതാണ്.